പഞ്ചായത്ത് മെമ്പർ ശ്രീ സുനിൽ ടെലിഫോൺ ലൈനിലുണ്ട്. സുനിൽ, സ്വാഭാവികമായി ഉണ്ടാവുന്ന കുറെ സംശയങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞാണ്, ചെറിയ കുഞ്ഞാണ്, എങ്ങനെ കിണറ്റിലെത്തി എന്നതൊക്കെ എന്താണ് അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്? താങ്കൾക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണോ ഇവർ? തീർച്ചയായിട്ടും എന്റെ നാട്ടിലാണ്. അവർക്ക് വലിയ സാമ്പത്തികമായി ബാധ്യതയുള്ള ഒരു വീട്ടുകാരാണ്. ശരി. ഇപ്പൊ അവളുടെ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട്, ഈ കുട്ടി ഈ കിണറ്റിൽ വീണ കുട്ടിയുടെ മുത്തച്ഛൻ, അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 16 തികയാണ്. അപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ കുട്ടിയെ കാണാനില്ല എന്ന ആൾ വന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ എത്തി. അപ്പൊ ആരോ എടുത്തുകൊണ്ട് പോയെന്നൊരു സംശയത്തിലായിരുന്നു കാര്യങ്ങൾ നോക്കിയത്. പോലീസ് വന്നതിന് ശേഷമാണ് ഫയർഫോഴ്സിനെയൊക്കെ അറിയിച്ചു. കിണറിൽ ഫയർഫോഴ്സ് നോക്കുമ്പോഴാണ് കുട്ടി ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നത്. നാട്ടുകാരാകെ സങ്കടത്തിലാണ്. എല്ലാവരും ഞങ്ങളുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര സംഭവം, ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് ഒട്ടും നിർവചിക്കാൻ തന്നെ കഴിഞ്ഞു. നല്ല സുന്ദരമായൊരു കുട്ടി. അപ്പൊ എന്നോട് മെമ്പർ നിലയ്ക്ക് ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴേക്ക് കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞത് മോന്റെ അടുത്ത് കുട്ടി കിടക്കുകയായിരുന്നു, രാവിലെ പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ വെളുപ്പിന് ക്ഷേത്രത്തിൽ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞ് 5 മണിക്ക് ശേഷമാണ് ഞാൻ ബാത്റൂമിലേക്ക് പോയത്. ബാത്റൂമിൽ പോകുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടക്കുകയായിരുന്നു. അച്ഛനും ഇവിടെ ആയിരുന്നില്ല. അച്ഛൻ ഇന്നലെ 16 ആയതുകൊണ്ട് വന്നതാണ്. പിന്നെ കടത്തിട്ട് പോയി. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. പിന്നെ കരച്ചിൽ കേട്ടില്ല. വരുമ്പോ കുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ്. ഇത് 5 മണിയോടെ ഒരു സംഭവം എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് അല്ലേ? പറയുന്നത്. ഈ ശ്രീജിത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇപ്പം ശ്രീജിത്തിന്റെ വീടാണോ ഇത്? അല്ല, ഇവർ വാടകയ്ക്ക് താമസിക്കുക. ഇവരുടെ വീടെന്ന് പറയുന്നത് ഇവിടെ കുളവറ പ്ലാകം. ഇവിടെ നിന്ന് ഏതാണ്ട് അവിടെ നിന്നൊരു 500 മീറ്റർ മാറി ഉള്ളിലോട്ട് മിടാനൂർ കുളവറ പ്ലാകത്താണ് അവരുടെ വീട്. ഇവരോട് വാടകയ്ക്ക് താമസിക്കുന്നത്. വന്നിട്ട് ഒരു 3 വർഷത്തോളമായി. ശ്രീജിത്തിന്റെ മാതാപിതാക്കളാണ് ഇവരുടെ കൂടെ ഉള്ളത് അല്ലെ? ഇപ്പൊ മരിച്ചത് ശ്രീജിത്തിന്റെ അച്ഛനാണ്. ശ്രീജിത്തിന്റെ അച്ഛനാണ് മരിച്ചത്. ഈ ശ്രീജിത്തിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? താങ്കൾക്ക് ഇപ്പൊ 3 വർഷമായിട്ട് അവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇതുവരെ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഒരു ഉപദ്രവകാരിയൊന്നും ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അറിവുമില്ല. അങ്ങനെ ഒരു വക്രബുദ്ധിക്കാരനോ ഒരു അടിപിടി കേസിലോ അല്ലെങ്കിൽ ആരെങ്കിലും നോട്ടം കൊണ്ടുപോകും അങ്ങനെ ഒരു കുറ്റം ചെയ്തതായിട്ട് ഇന്നുവരെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുമില്ല. ശരി. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സ്വാഭാവികമായി നമ്മുടെ സംശയങ്ങൾ അങ്ങനെയൊക്കെ ആണല്ലോ പോകുന്നത്. അതാണ് ഞാൻ മേഡം നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത്. ലക്ഷങ്ങളുടെ ബാധ്യത ഈ വീട്ടിനുണ്ട്. അത് ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയാണ് ഇതിന്റെ കാരണക്കാരി. ഇവിടെ നിന്ന് പല ആളുകളിൽ നിന്നും ഒരുപാട് രൂപ ആഭരണങ്ങളായാലും ക്യാഷായിട്ടും ഒക്കെ വന്ന് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് അച്ഛന്റെ മരണം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ബന്ധുക്കൾ തിരക്കുമ്പോഴേക്കും ഒരു 58 ലക്ഷം രൂപയോളം തന്നെ ബാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് ആ ബന്ധുവിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ അവർ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു അല്ലേ? നല്ല തർക്കങ്ങളുണ്ട്. നാട്ടുകാര് ഈ പൈസ കൊടുത്തവർ നിരന്തരം പൈസക്ക് വരുന്നുണ്ട്. ചെറിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരു കുട്ടിയും കൂടിയുണ്ട്. ഒരു കുട്ടിയുണ്ട്, ഒരു മൂത്ത കുട്ടിയുണ്ട്. അതൊരു പെൺകുട്ടി തന്നെയാണ്. ശരി. എന്താണ് പൊതുവെ അവിടെയുള്ളവരൊക്കെ പറയുന്നത്? ഇത് ഇങ്ങനെ ഒരു കുടുംബ വഴക്കിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു കടുംകൈ ചെയ്തു എന്നോ അങ്ങനെയൊക്കെയാണോ ആളുകൾ പറയുന്നത്? അതാണ് ഇപ്പൊ ഇവിടുത്തെ പബ്ലിക്കിന്റെ സംസാരത്തിൽ കേട്ടപ്പോഴേക്കും തീർച്ചയായിട്ടും കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. ഇത് പുറത്തുനിന്ന് വന്നതല്ല, ഇവിടെ തന്നെ സംഭവിച്ചു എന്ന് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന നാട്ടുകാരായ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. നിങ്ങളൊക്കെ വലിയ ഞെട്ടല്ലായിരിക്കും അല്ലെ? ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ സർവ്വനാടുകളും തളർന്നു പോയി മേഡം. ആ കുട്ടിയെ കിണറ്റിൽ നടക്കുമ്പോഴേക്കും ഷർട്ടെല്ലാം ഇട്ട് ഒരുക്കിയാ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. അതാണ് അതിന്റെ രസം എടുത്തിട്ടിരിക്കുന്നത്. ആരിട്ടുമെങ്കിലും. ശരി. എന്തായാലും നാട് മുഴുവനും കണ്ണീരിലാണ്. അതെ. ഒരു ചെറിയ കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത പ്രായത്തിലുള്ള ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതെ മേഡം നല്ല ഓമനത്തുമുള്ള. ഇപ്പോഴും മരിച്ചു എന്ന് കണ്ട് കുട്ടിയെ പുറത്തെടുക്കുമ്പോഴും മരിച്ചു എന്ന് നമുക്ക് തോന്നുന്നില്ല. ഉറങ്ങിക്കിടന്ന കുട്ടി കൈകാലുകൾ കുഴഞ്ഞു തന്നെ കിടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മരണാനന്തര ചടങ്ങൊക്കെ നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ ഒരു വിഷയം. കാരണം ഞാൻ മരണം അറിഞ്ഞതിന്റെ രാത്രി ഞാനിവിടെ എത്തിയതാണ്. ചടങ്ങിന് ഞാനിവിടെ എത്തിയതാണ്. ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ബന്ധുക്കൾ കൂടിയിരുന്നു, കണക്കുകളൊക്കെ പരിശോധിച്ചു എന്ന് എനിക്ക് ആയുള്ള ഒരു ബന്ധുവിൽ നിന്നും അറിയാൻ കഴിയും. ഇനിയിപ്പോ ഈ ബാക്കി നടപടികൾ എന്താണ്? ഇൻക്വസ്റ്റ് കഴിഞ്ഞോ? ഇപ്പൊ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ഫിംഗർ പ്രിന്റ് വരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരിവിടെ എത്തും. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശരി, വളരെ നന്ദി സംസാരിച്ചത് സുനിൽ. ഇവിടുത്തെ കോട്ടുകാൽക്കോണത്തെ പഞ്ചായത്ത് മെമ്പറായ സുനിലാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.